ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYK സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 6ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2024. നമ്മൾ ചെയ്ത് നിർത്തിയത് 50ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായരാണ്. ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. ഗഗൻയാൻ മിഷൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ഫ്രാൻസും. ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യ, ഫ്രാൻസ്. ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായിട്ട് ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, HSFC അഥവാ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് എങ്ങനെയാ? വ്യോമനോട്ട് എന്നാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് വ്യോമനോട്ട് എന്നാണ്. മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായിട്ട് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര. മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായിട്ട് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് ഏതാണ്? വ്യോമമിത്രയാണ്. ഇതൊരു അർദ്ധമനുഷ്യ പെൺ റോബോട്ടാണ്. വ്യോമമിത്ര എന്ന് പറയുന്നത് അർദ്ധമനുഷ്യ പെൺ റോബോട്ടാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു R. ഹട്ടൺ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? R. ഹട്ടൺ ആണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR. ലളിതാംബിക. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളി ആരാണ്? VR. ലളിതാംബികയാണ്. ഗഗൻയാൻ പദ്ധതിക്കായിട്ട് 4 പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. പാലക്കാട് സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. കൂടാതെ മറ്റു 3 പേരാരൊക്കെയെന്ന് പറഞ്ഞാൽ അജിത് കൃഷ്ണൻ, അതുപോലെ അങ്കദ് പ്രതാപ്. ഇത് 2 പേരും ഗ്രൂപ്പ് ക്യാപ്റ്റന്മാർ തന്നെയാണ്. അടുത്തയാള് ശുഭാൻശു ശുക്ലയാണ്. ശുഭാൻശു ശുക്ല വിൻ കമാൻഡർ ആണ്. അപ്പൊ 4 പേരാരൊക്കെയാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരാണ്. 3 പേര്. ഒന്ന് മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ, പിന്നെ ഒന്ന് അജിത് കൃഷ്ണൻ, 3ാമത് അങ്കദ് പ്രതാപ്, 4ാമത്തത് വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ലയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 52. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. ആർക്കാണ്? USA-കാരിയായ ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന 3ാമത്തെ വനിതയാണ് ഇവര്. 3ാമത്തെ വനിത. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളുമാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ക്ലോഡിയ ഗോൾഡിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നോർവേക്കാരനായ യോൺ ഫോസേക്കാണ്. നോർവേക്കാരനായ യോൺ ഫോസെ. അതുപോലെ 2023 വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനും ആണ്. വൈദ്യശാസ്ത്രത്തിൽ നോബൽ നേടിയത് ആരൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനും. രസതന്ത്രത്തിൽ നോബൽ നേടിയവരാണ് ലൂയിസ് ഇ ബ്രൂസ്, മൗങ്കി ജി ഭവണ്ടി, അലക്സി ഐ ഇക്യുമോവ്. ആരൊക്കെയാണ് രസതന്ത്ര നോബൽ നേടിയ 3 പേര്? ലൂയിസ് ഇ ബ്രൂസ്, മൗങ്കി ജി ഭവണ്ടി, അലക്സി ഐ ഇക്യുമോവ്. ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം 2023 നേടിയവരാണ് പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻഡ് എൽ ഹുലിയർ. ഭൗതികശാസ്ത്രത്തിൽ നേടിയത് 3 പേരാരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻഡ് എൽ ഹുലിയർ. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ്.
സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദിക്കാണ്. ഇറാനിയാണ് ഇവര്. നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത് ഇറാനിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. നവജാത ശിശുക്കളിൽ ഇത് ഏകദേശം 300 ആണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. നവജാത ശിശുക്കളില് ഏകദേശം 300. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അഥവാ ഫീമർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല് അഥവാ ഫീമർ. തുടയലിന്റെ നീളം 50 സെന്റിമീറ്റർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ഇത് ചെവിയിലെ അസ്ഥിയാണ്. കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യരുടെ അസ്ഥി നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. ഇതിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹമാണ് കാൽസ്യം എന്ന് പറയുന്നത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം ഏതാണ്? കാൽസ്യം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തവും ഈ കാൽസ്യം ഫോസ്ഫേറ്റ് തന്നെയാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാ? അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമലേഷ്യ, ആർത്രൈറ്റിസ്, റിക്കറ്റ്സ്. ഏതൊക്കെയാണ്? ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമലേഷ്യ, ആർത്രൈറ്റിസ്, റിക്കറ്റ്സ് ഒക്കെയാണ് അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 54. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഇത് PSC ഫൈനൽ ആൻസർ കീയില് വിജാഗിരി സന്ധി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ആൻസർ കീലസന്ധിയാണ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. സന്ധികളെ കുറിച്ചുള്ള പഠനം എന്താ? സന്ധികളെ കുറിച്ചുള്ള പഠനം ആർത്രോളജിയാണ്. ഘടനയുടെ അടിസ്ഥാനത്തിൽ സന്ധികളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഘടനയുടെ അടിസ്ഥാനത്തിൽ സന്ധികളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി. ഒന്നാമത്തേതാണ് തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി. ഇവയിൽ ഒരു ചലനവും സാധ്യമല്ല. ഈ തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി എന്ന് പറയുന്നത് ഒരു ചലനവും സാധ്യമല്ലാത്തവയാണ്. ഉദാഹരണം എന്ന് പറയുന്നത് തലയോട്ടിയിലെ അസ്ഥികളിലുള്ള സന്ധിയാണ്. തലയോട്ടിയിലെ അസ്ഥികളിലുള്ള സന്ധി എന്തിനു ഉദാഹരണമാണ്? തന്തുക്കളാൽ നിർമ്മിതമായ സന്ധിക്ക് ഉദാഹരണമാണ്. രണ്ടാമത്തേതാണ് തരുണാസ്ഥി സന്ധി എന്ന് പറയുന്നത്. തരുണാസ്ഥി സന്ധി എന്ന് പറയുന്നത് പരിമിതമായ ചലനങ്ങൾ സാധ്യമാകുന്നവയാണ്. പരിമിതമായ ചലനങ്ങൾ സാധ്യമാകുന്നതാണ് എന്ത്? തരുണാസ്ഥി സന്ധി. നട്ടെല്ലിലെ അടുത്തടുത്ത കശേരുക്കളുടെ ഇടയിലുള്ള സന്ധി തരുണാസ്ഥി സന്ധിക്ക് ഉദാഹരണമാണ്. നട്ടെല്ലിലെ അടുത്തടുത്ത കശേരുക്കളുടെ ഇടയിലുള്ള സന്ധി എന്താണ്? തരുണാസ്ഥി സന്ധിക്ക് ഉദാഹരണമാണ്. മൂന്നാമത്തേതാണ് സൈനോവിയൽ സന്ധികൾ. സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന സന്ധികളാണ് ഏത്? സൈനോവിയൽ സന്ധികൾ എന്ന് പറയുന്നത്. സ്വതന്ത്രമായിട്ട് ചലിക്കാൻ കഴിയുന്നവയാണ് സൈനോവിയൽ സന്ധികൾ. ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി എന്നിവയെല്ലാം സൈനോവിയൽ സന്ധികൾക്ക് ഉദാഹരണമാണ്. ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സൈനോവിയൽ സന്ധികൾക്ക് ഉദാഹരണമാണ്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നവയാണ് എന്ത്? വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നവയാണ് വിജാഗിരി സന്ധി. ഉദാഹരണം കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലുള്ള സന്ധി എന്താണ്?
വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലെ സന്ധി. ഇനി ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഗോളര സന്ധികൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് എന്ത്? ഗോളര സന്ധികൾ. അതായത് തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവിടങ്ങളിലെ സന്ധികൾ എന്താണ്? ഗോളര സന്ധിക്ക് എക്സാമ്പിൾ ആണ്. തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവിടങ്ങളിലെ സന്ധികള് ഗോളര സന്ധിക്ക് എക്സാമ്പിൾ ആണ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധികൾ എന്ന് പറയുന്നത്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് ഏത്? കീലസന്ധികള്. കഴുത്തിലെ സന്ധി കീലസന്ധിക്ക് ഉദാഹരണമാണ്. കഴുത്തിലെ സന്ധി എന്തിന് ഉദാഹരണമാണ്? കീലസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നതാണ് എന്ത്? തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത്. ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ളതാണ് എന്ത്? തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിലെ സന്ധി ഇതിന് ഉദാഹരണമാണ്. തെന്നി നീങ്ങുന്ന സന്ധിക്ക് ഉദാഹരണം ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിലെ സന്ധികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 55. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ട്രക്കിയ. ട്രക്കിയ അഥവാ ശ്വാസനാളം. ഏതാണ്? ട്രക്കിയ അഥവാ ശ്വാസനാളം എന്ന് പറയുന്നത്. നാസ്വാദ്വാരം മുതൽ വായു അറ വരെ കടന്നുപോകുന്ന അന്തരീക്ഷ വായുവിന്റെ സഞ്ചാരപാതയാണ് ശ്വസനപഥം. നാസ്വാദ്വാരം മുതൽ വായു അറ വരെ കടന്നുപോകുന്ന അന്തരീക്ഷ വായുവിന്റെ സഞ്ചാരപാതയാണ് എന്ത്? ശ്വസന പഥം എന്ന് പറയുന്നത്. നാസ്വാദ്വാരങ്ങള് നാസ്വാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായു അറ ഇത്രയുമാണ് ശ്വസനപഥത്തിൽ വരുന്നത്. ശ്വസനവാതകങ്ങള് ശരീരത്തിന്റെ അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് ഏത്? നാസ്വാദ്വാരം അഥവാ നാസ്വാരന്ധ്രം എന്ന് പറയുന്നത്. നോസ്ട്രിൽ. ശ്വസനവാതകങ്ങള് ശരീരത്തിന്റെ അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം. ഇനി നാസ്വാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് ഏത്? നാസ്വാഗഹ്വരം അഥവാ നാസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം അഥവാ നാസൽ ക്യാവിറ്റി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ഇത്? ശ്വാസനാളം അഥവാ ട്രക്കിയ എന്ന് പറയുന്നത്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ഇത്? ശ്വാസനാളം അഥവാ ട്രക്കിയ. ഇവ സദാസമയം തുറന്നിരിക്കാനായിട്ടാണ് തരുണാസ്ഥി വലയങ്ങൾ സഹായിക്കുന്നത്. ഇനി ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി അഥവാ ബ്രോങ്കസ്. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് എന്ത്? ശ്വസനി എന്ന് പറയുന്നത്. ഇവയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ശ്വസനിയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക. ശ്വസനിയുടെ അഗ്രശാഖകളാണ് എന്ത്? ശ്വസനിക. ഈ ശ്വസനികയില് തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ശ്വസനികയില് തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ശ്വസനിയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്ഥല അറകളാണ് എന്ത്? വായു അറകൾ എന്ന് പറയുന്നത്. ശ്വസനിയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്ഥല അറകളാണ് വായു അറകള്. വാതക വിനിമയം നടക്കുന്ന ഭാഗമാണ് വായു അറ. വാതക വിനിമയം നടക്കുന്ന എവിടെയാണ്? വായു അറ അഥവാ ആൽവിയോള എന്ന് പറയും. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ഈ വായു അറകൾ അഥവാ ആൽവിയോളകളാണ്. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? വായു അറകൾ അഥവാ ആൽവിയോളകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 56. ജീവികളും ശാസ്ത്രനാമവുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. 1 പൂച്ച, ഫെലിസ് ഡൊമസ്റ്റിക്കസ്. 2 നായ, കാനിസ് ഡൊമസ്റ്റിക്കസ്. 3 കാക്ക, കോർവസ് സ്പ്ലെൻഡൻസ്. 4 മയിൽ, കോർവസ് ക്രിസ്റ്റാറ്റസ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇതില്
പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസും കാക്ക കോർവസ് സ്പ്ലെൻഡൻസും ശരിയായിട്ടുള്ളതാണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നമുക്ക് ശാസ്ത്രീയ നാമങ്ങൾ കുറച്ച് ജീവികളുടെ നോക്കാം. പൂച്ചയുടെ നമ്മൾ പറഞ്ഞു ഫെലിസ് ഡൊമസ്റ്റിക്കസ്. പൂച്ചയുടേതാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ചെന്നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ലൂപ്പസ്. ചെന്നായയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാനിസ് ലൂപ്പസ്. നായയുടേത് കാനിസ് ഫെമിലിയാരിസ് ആണ്. നായയുടെ ശാസ്ത്രനാമം എന്താണ്? കാനിസ് ഫെമിലിയാരിസ്. മയിലിന്റെ ശാസ്ത്രനാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. മയിലിന്റെ ശാസ്ത്രനാമം ഏതാണ്? പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ആനയുടെ ശാസ്ത്രനാമമാണ് എലിഫസ് മാക്സിമസ്. ആന എലിഫസ് മാക്സിമസ്. പശുവിൻ്റെത് ബോസ് ടോറസ്. പശുവിന്റെ ശാസ്ത്രനാമം എന്താണ്? ബോസ് ടോറസ്. കാക്കയുടെ നമ്മൾ പറഞ്ഞു കോർവസ് സ്പ്ലെൻഡൻസ് ആണ്. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തറ ടൈഗ്രിസ്. കടുവയുടെ എന്താണ്? പാന്തറ ടൈഗ്രിസ് ആണ്. അതേപോലെ സിംഹത്തിൻ്റെത് പാന്തറ ലിയോയാണ്. സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം പാന്തറ ലിയോ. കടുവയുടേത് പാന്തറ ടൈഗ്രിസ്. കാക്കയുടേത് കോർവസ് സ്പ്ലെൻഡൻസ്. പശു ബോസ് ടോറസ്. ആനയുടേത് എലിഫസ് മാക്സിമസ്. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്. നായ കാനിസ് ഫെമിലിയാരിസ്. ചെന്നായ കാനിസ് ലൂപ്പസ്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57. ഇവിടെ ജീവികളും ഹൃദയ അറകളുമാണ് തന്നേക്കുന്നത്. ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. പാറ്റ, പല്ലി, പക്ഷി, മത്സ്യം, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. പാറ്റയുടെ ഹൃദയ അറകളുടെ എണ്ണം എത്രയാണ്? പാറ്റയുടേത് 13 ആണ്. പല്ലിയുടേതോ? പല്ലിയുടെ ഹൃദയ അറകളുടെ എണ്ണം 3 ആണ്. പക്ഷിയുടെ ഹൃദയ അറകളുടെ എണ്ണം 4. അതേപോലെ മത്സ്യത്തിൻ്റെത് 2. അപ്പോ A 3, B 4, C 1, D 2. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി. അപ്പോ മത്സ്യത്തിന്റെ ഹൃദയറകളുടെ എണ്ണം 2 ആണ്. വീനസ് ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തിന്റെ ഹൃദയമാണെന്ന് അറിയാമോ? വീനസ് ഹൃദയം അത് മത്സ്യത്തിന്റെ ഹൃദയമാണ്. മത്സ്യത്തിന്റെ ഹൃദയം അറിയപ്പെടുന്നതാണ് എന്ത്? വീനസ് ഹൃദയം എന്ന്. ഉഭയജീവികൾക്കും ഉരകങ്ങൾക്കും ഹൃദയറകളുടെ എണ്ണം 3 ആണ്. ഉഭയജീവികൾക്കും ഉരകങ്ങൾക്കും ഹൃദയറകളുടെ എണ്ണം എത്രയാണ്? 3. എന്നാൽ ഹൃദയത്തിന് 4 അറയുള്ള ഏക ഉരകമാണ് മുതല. ഹൃദയത്തിന് 4 അറകളുള്ള ഏക ഉരകം ഏതാണ്? അത് മുതലയാണ്. പക്ഷികൾക്കും സസ്തനികൾക്കും ഹൃദയറകൾ 4 ആണ്. പക്ഷികളുടെയും സസ്തനികളുടെയും ഹൃദയറകളുടെ എണ്ണം എത്രയാണ്? 4. പാറ്റയുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 13. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ഉള്ളത്. ഓക്കെ, 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണെന്നാണ് ചോദ്യം. 2023 ഏതാണ്? 2023 തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. 2023 പരിസ്ഥിതി ദിനത്തിന്റെ 50ാം വാർഷികമാണ് ആഘോഷിച്ചത്. 2023 എന്തായിരുന്നു? 50ാമത് പരിസ്ഥിതി ദിനാഘോഷമാണ് ആഘോഷിച്ചത്. 2023 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് കോസ്റ്റ് ഡി ഐവറി. അതാണ് കോസ്റ്റ് ഡി ഐവറി ആണ്. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം ഏതാണെന്നറിയാമോ? 2018. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം 2018 ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താ? 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം അഥവാ തീം എന്ന് പറയുന്നത്
ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് ആണ്. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. 2024 ലോക പരിസ്ഥിതി മുദ്രാവാക്യം ഏതാന്ന് ചോദിച്ചാല് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റീസ്റ്റോറേഷൻ. മുദ്രാവാക്യം അഥവാ സ്ലോഗൻ ചോദിച്ചാൽ എന്താണ്? അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റീസ്റ്റോറേഷൻ. 2024 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാ? 2024 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യയാണ്. 2024 ആതിഥേയത്വം വഹിക്കുന്ന ആരാണ്? സൗദി അറേബ്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 59. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. തന്നിരിക്കുന്നതിൽ സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? ഹരിത. അനഘ, അക്ഷയ, മുക്തിയൊക്കെ സങ്കര ഇനം തക്കാളിക്ക് ഉദാഹരണങ്ങളാണ്. നമുക്ക് കുറച്ച് വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളൊന്ന് നോക്കാം. പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക. പയറിന്റെ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക. പച്ചമുളകിൻ്റെത് ഉജ്ജ്വല, ജ്വാലാമുഖി, ജ്വാലാസഖി, അനുഗ്രഹ, തേജസ്, കീർത്തി. ഇതൊക്കെ എന്തിൻ്റെയാണ്? പച്ചമുളകിൻ്റെതാണ്. ഉജ്ജ്വല, ജ്വാലാസഖി, ജ്വാലാമുഖി, അനുഗ്രഹ, തേജസ്, കീർത്തി, അർക്കമോഹിനി. ഇതൊക്കെ പച്ചമുളകിന്റെ സങ്കരയിനം വിത്തുകളാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. ഇതൊക്കെ എന്തിന്റെയാണ്? വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ ഇത്രയും വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇതെല്ലാം വഴുതനയുടെ സങ്കരയിനങ്ങളാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇത്രയും വഴുതനയുടെ സങ്കരയിനങ്ങളാണ്. തക്കാളിയുടെ സങ്കരയിനങ്ങളാണ് മുക്തി, ശക്തി, അനഘ, അക്ഷയ, വിജയ്. ഇതൊക്കെ തക്കാളിയുടേതാണ്. ശക്തി, മുക്തി, അനഘ, അക്ഷയ, വിജയ് ഒക്കെ എന്തിന്റെയാണ്? തക്കാളിയുടെ സങ്കരയിനങ്ങളാണ്. മരച്ചീനിയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് ശ്രീവിശാഖ്, ശ്രീശൈലം, ശ്രീജയ, ശ്രീലേഖ, ശ്രീസഹ്യ. ശ്രീവിശാഖ്, ശ്രീശൈലം, ശ്രീജയ, ശ്രീലേഖ, ശ്രീസഹ്യ ഇതൊക്കെ എന്താണ്? മരച്ചീനിയുടെ സങ്കരയിനങ്ങളാണ്. പ്രിയ, പ്രീതി, പ്രിയങ്ക, കോയമ്പത്തൂർ ലോങ് ഇതൊക്കെ പാവലിന്റെ സങ്കരയിനങ്ങളാണ്. പ്രിയ, പ്രീതി, പ്രിയങ്ക, കോയമ്പത്തൂർ ലോങ് ഇതൊക്കെ എന്താണ്? പാവലിന്റെ സങ്കരയിനങ്ങളാണ്. പന്നിയൂർ, ശുഭകര, ശ്രീകര, കരിമുണ്ടൻ ഇതൊക്കെ കുരുമുളകിന്റെ സങ്കരയിനങ്ങളാണ്. കുരുമുളകിന്റെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? പന്നിയൂർ, ശുഭകര, ശ്രീകര, കരിമുണ്ടൻ. അതുപോലെ ഞെള്ളാനി, പീവി ഇതൊക്കെ എന്തിന്റെയാണ്? ഏലത്തിൻ്റെതാണ്. പീവി, ഞെള്ളാനി എന്നൊക്കെ ഉള്ളത് ഏലത്തിന്റെ സങ്കരയിനങ്ങളാണ്. തിലോത്തമ, സോമ, തിലക്, തിലധാര ഇതൊക്കെ എള്ളിന്റെ സങ്കരയിനങ്ങളാണ്. എള്ളിന്റെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? തിലോത്തമ, സോമ, തിലക്, തിലധാര ഇതൊക്കെ എള്ളിന്റെ സങ്കരയിനങ്ങളും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60ാമത്തെ ക്വസ്റ്റ്യൻ. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ ആണ്.
ഏതാണ്? ന്യൂട്ടൺ. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ന്യൂട്ടൺ. പിണ്ഡം അഥവാ മാസ്, അതിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം. പിണ്ഡം അഥവാ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സാന്ദ്രതയുടെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മർദ്ദം പാസ്കൽ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഊർജം, താപം, പ്രവൃത്തി, ഇതിന്റെ മൂന്നിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. ഊർജം, താപം, പ്രവൃത്തി, ഇതിന്റെ മൂന്നിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട്. ആവൃത്തിയുടേത് ഹെഡ്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. നമ്മളിപ്പോ നോക്കി, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒന്നുകൂടെ പറയാം. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ആവൃത്തിയുടേത് ഹെഡ്സ്, പവർ വാട്ട്, ഊർജം, താപം, പ്രവൃത്തി, ഇതിന്റെ മൂന്നിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. പിണ്ഡം അഥവാ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.